ഓക്കെ. പേറ്റുമഴ വരുന്ന പോലെയാണ് ഈ ഒരു ജൂൺ മാസത്തിൽ ഫോണുകൾ വരുന്നത്. ഏതാണ്ട് 15ന് മുകളിൽ ഫോണുകളാണ് ഈ ഒരു ഒറ്റ മാസത്തിലായിട്ട് വരാൻ പോകുന്നത്. അതിൽ തന്നെ നല്ല ക്യാമറ ഉള്ള ഫോണുണ്ട്, നല്ല ഗെയിമിംഗ് ഫോണുണ്ട്, എല്ലാ ഐറ്റം ഫോണുകളുണ്ട്. അത് മാത്രമല്ല 25,000 രൂപ പ്രൈസ് റേഞ്ച് തുടങ്ങിയിട്ട് ഏതാണ്ട് 1,00,000ന്റെ മുകളിൽ വരെയുള്ള ഫോണുകളും ഈ ഒരു ജൂൺ മാസത്തിൽ വരുന്നത്. സോ എല്ലാ ഫോണിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ 25,000 രൂപ പ്രൈസ് റേഞ്ച് വരാൻ പോകുന്നത് ടോട്ടലി 4 ഫോണുകളാണ്. അതിൽ ഫസ്റ്റ് വണ്ണായിട്ട് വിവോയുടെ T4 ലൈറ്റ് ആണ്. 6.67 ഇഞ്ച് വരുന്ന HD 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. മീഡിയാടെക് ഡയമൻസിറ്റിയുടെ 6400 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. പിന്നെ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 6500 mAh ബാറ്ററി 44 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് കേട്ടോ. ഈ ഒരു ഫോണിന്റെ സ്പെക്ക് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും. 25,000 രൂപ പ്രൈസ് റേഞ്ച് ഉണ്ടായിട്ട് കൂടി ഇതിൽ HD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ട് AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 15,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളുടെ സ്പെക്കാണ് ഇപ്പോൾ ഈ 20,000 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഫോണുകൾ കിട്ടുന്നത്. പക്ഷേ ഈ ഒരു ഫോണിലല്ലെങ്കിലും അടുത്തത് പറയാൻ പോകുന്ന ഫോണിൽ ഈ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതാണ് സാംസങ്ങിൻ്റെ A27. 6.67 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. എക്സിനോസിൻ്റെ 15 സീരീസ് അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 7 സീരീസും ആയിരിക്കും ചിപ്സെറ്റ് വരാൻ പോകുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ പിന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലും 5500 mAh ബാറ്ററി 44 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത്. ഇനി അടുത്തത് ഈ ഒരു പ്രൈസ് റേഞ്ച് വരാൻ പോകുന്നത് ടെക്നോയുടെ പോവ 8 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് കേട്ടോ. 6.8 ഇഞ്ച് വരുന്ന 144 ഹെർട്സ് വരുന്ന ഒരു ഗെയിമിംഗ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മീഡിയ ടെക്കിൻ്റെതായിരിക്കും ചിപ്സെറ്റ് വരാൻ പോകുന്നത്. പിന്നെ ഇതിലും 7000 mAh ബാറ്ററി ഫാസ്റ്റ് ചാർജിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിലും കൊടുത്തു. ഇനി ഒരു പ്രൈസിന്റെ അടുത്തായിട്ട് പറയാൻ പോകുന്നത് റെഡ്മിയുടെ 17 ആണ്, അല്ലെങ്കിൽ പോക്കോയുടെ M8 പ്ലസ് എന്നൊക്കെ പറയാം. കാരണം രണ്ടൊരു തറവാട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്, വേറെ പേരിൽ ഇറക്കുന്നുള്ളൂ. സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗണിൻ്റെ 6 Gen സീരീസിലുള്ളതാണ്. പിന്നെ ഇതിലും 6000 mAh ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇനി അങ്ങോട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ മോഡൽ ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുകയാണെങ്കിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രൈസ് കാറ്റഗറിയിലേക്ക് പോകാം. 35,000 പ്രൈസ് റേഞ്ച്. ഈ ഒരു പ്രൈസ് റേഞ്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഐക്യൂൻ്റെ Z11. 6.83 ഇഞ്ച് വരുന്ന ഒരു 1.5K AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗണിൻ്റെ 7S Gen 4 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. പിന്നെ 50+2 മെഗാ പിക്സലാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ 9000 mAh മുകളിലുള്ള ഒരു ബാറ്ററി 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് എ ഗുഡ് തിങ്. ഇതിൻ്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 30 to 32,000 പ്രൈസ് റേഞ്ചാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് ഓക്കെയാണ്. ഇനി ഒരു പ്രൈസ് കാറ്റഗറിയിൽ അടുത്തായിട്ട് വരാൻ പോകുന്നത് മോട്ടോറോളയുടെ എഡ്ജ് 70 Pro Plus എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. 6.8 ഇഞ്ച് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. മീഡിയാടെക് ഡയമൻസിറ്റി 8500 എക്സ്ട്രീം ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. പിന്നെ 50+50 മെഗാ പിക്സലാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. ഇതിലും 6500 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പെസിഫിക്കേഷൻ ഈ ഒരു ഫോണിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനും പ്രൈസിങ് ഏതാണ്ട് 30 to 32,000 പ്രൈസ് റേഞ്ച് ആയിരിക്കും. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറ്റ്സ് ഓക്കെ. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്ന ഫോൺ അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണാണ് കേട്ടോ. ഇൻഫിനിക്സിൻ്റെ GT 50 Pro എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. 6.78 ഇഞ്ച് വരുന്ന ഒരു 1.5K AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. മീഡിയാടെക് ഡയമൻസിറ്റി 8400 സീരീസിലുള്ള ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. 6500 mAh ബാറ്ററി ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്യാമറ സ്പെസിഫിക്കേഷൻ അത്രയ്ക്ക് അങ്ങ് എടുത്ത് പറയേണ്ടാവില്ല. കാരണം GT സീരീസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഗെയിമിങ്ങിന് ഫോക്കസ് ചെയ്ത് ഇറക്കുന്നതാണ്. സോ ഇതിൻ്റെ ക്യാമറയും പെർഫോമൻസും കാര്യങ്ങളൊന്നും അത്രയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗെയിമിംഗ് ഫോണായിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് അവസാനമായിട്ട് പറയാൻ പോകുന്നത് റെഡ്മിയുടെ ടർബോ 5 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് കേട്ടോ. 6.5 ഇഞ്ച് വരുന്ന ഒരു 1.5K AMOLED ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. മീഡിയാടെക് ഡയമൻസിറ്റി 8500 അൾട്രയാണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. പിന്നെ 50+8 ആണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ ഇതിൽ 7500 mAh ബാറ്ററി 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ കണ്ടല്ലോ അത്യാവശ്യം ഓക്കെ ആണല്ലോ അല്ലേ. പക്ഷേ ഇതിൻ്റെ പ്രൈസിങ് എത്രത്തോളം വരുന്നുള്ളത് നമുക്ക് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. ഏതാണ്ട് ഒരു 35,000 പ്രൈസ് റേഞ്ച് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആ ഒരു പ്രൈസ് റേഞ്ച് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെ. ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് 50,000 മുകളിൽ വരാൻ പോകുന്ന കുറച്ച് ഫോണുകളാണ്. ഇതിൽ തന്നെ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ഫോൺ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നും ഇല്ലയെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇത് വരുവാണെങ്കിൽ നല്ലൊരു അടിപൊളി ഫോണായിരിക്കും കേട്ടോ. OnePlusൻ്റെ 15S. ഓൾറെഡി ഈ ഒരു ഐറ്റം OnePlusൻ്റെ 15T എന്ന് പറഞ്ഞിട്ട് ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ അത്രയും പക്കയാണ്. 6.3 ഇഞ്ച് വരുന്നൊരു 1.5K LTP AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗണിൻ്റെ 888 Gen 5 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും പിന്നെ 3x ഉള്ള ഒരു ടെലിഫോട്ടോ ക്യാമറ ഇതിലുണ്ടായിരിക്കും. പിന്നെ 7500 mAh ബാറ്ററി 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് IP റേറ്റിംഗ് കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ഫോണിലുണ്ടായിരിക്കും. ഒരു 55,000 to 60,000 പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഒരു ഐറ്റം വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം കോമ്പാക്ട് സൈസിൽ നല്ല പെർഫോമൻസ് തരാൻ പോകുന്ന ഒരു ഫോണായിരിക്കും ഈ OnePlusൻ്റെ 15S കേട്ടോ. സോ വരുന്ന തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആൻഡ് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഫോൺ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണ് കേട്ടോ.
ഓപ്പോയിൽ നിന്നുള്ള റെനോ സീരീസാണ്. ഓപ്പോയുടെ റെനോ 16, 16 പ്രോ ആൻഡ് 16 പ്രോ മിനി. പ്രോ മിനി ആകുമ്പോൾ കുറച്ച് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണായിരിക്കും, പക്ഷേ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. 6.78 ഇഞ്ച് വരുന്ന 1.5K ഒരു LTP AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മീഡിയാടെക് ഡയമൻസിറ്റി 9500S ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 200+50+50 ആയിരിക്കും ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ 7000 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിലുണ്ടായിരിക്കും കേട്ടോ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടൊരു ഫോണാണ് ഈ ഓപ്പോയുടെ റെനോ സീരീസ്. സോ പ്രധാനമായിട്ട് നിങ്ങൾ ക്യാമറയിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ സീരീസ് കൺസിഡർ ചെയ്യാവുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ഐക്യൂൻ്റെ ഒരു ഫോണാണ് പറയാൻ പോകുന്നത്. ഐക്യൂൻ്റെ 15T എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ ഈ ഒരു പേരിൽ തന്നെ ഇറങ്ങണമെന്ന് സാധ്യതയൊന്നുമില്ല കേട്ടോ. ഒരു പക്ഷേ 15T എന്ന പേരിലോ അല്ലെങ്കിൽ അവരുടെ നിയോ സീരീസിലോ ഈ ഒരു ഫോൺ ഇറക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ അത് ഞാൻ പറഞ്ഞുതരാം. 6.8 ഇഞ്ച് വരുന്ന ഒരു 2K LTP AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. മീഡിയാടെക് ഡയമൻസിറ്റി 9500 മോൺസ്റ്റാർ എഡിഷൻ ആണ് ചിപ്സെറ്റ് കൊടുത്തിട്ടുള്ളത്. 200 മെഗാസിൻ്റെ ഒരു മെയിൻ ക്യാമറയാണ് ഇതിലുള്ളത്. പിന്നെ 8000 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മെയ് 20 ഓൾറെഡി ഇത് ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. സോ ജൂൺ മാസത്തിലൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഒരു 50 to 55,000 ഇത് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണാണ്. ഓക്കെ, ഈ ഒരു പ്രൈസ് കഴിഞ്ഞ് അവസാനമായിട്ട് പറയാൻ പോകുന്ന ഒരു ഫോണാണ് ഷവോമിയുടെ 17T എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. അവർ സ്വതവേ ഈ ഒരു T സീരീസ് മോഡൽ ഇന്ത്യയിൽ ഇറക്കിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. ഏതാണ്ട് 2-3 വർഷം കണ്ടായിട്ടുണ്ട്. സോ വീണ്ടും അത് വരുന്നുണ്ട്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. 6.59 ഇഞ്ചിൽ നിന്ന് 1.5K AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. മീഡിയാടെക് ഡയമൻസിറ്റി 8500 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50 മെഗാപിക്സൽ വരുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ 7500 mAh ബാറ്ററി, 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിലുണ്ടായി. മെയ് 28 ഇത് ചൈനയിൽ ലോഞ്ച് ആവുന്നത്. ജൂൺ 4 ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഗ്ലോബലി ഇത് ലോഞ്ച് ആവുന്നത്. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, ഇനി 2 ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് വിവോയുടെ X Fold 6. ഫോൾഡബിൾ LTP ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ആയിരിക്കും യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 200 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയോടൊപ്പം ടെലിഫോട്ടോ ക്യാമറയും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഈ ഒരു ഫോണിലുണ്ടായിരിക്കും. പിന്നെ ഏതാണ്ട് 7000 mAh ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിലുണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. നമ്മൾ ജൂണിൽ വരുന്നതന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അവസാനമായിട്ട് പറയാൻ പോകുന്ന ഫോണാണ് ഷവോമിയിൽ നിന്നുള്ള 17T Pro എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. നമ്മൾ നേരത്തെ പറഞ്ഞ 17T അല്ല, അതിൻ്റെ ഒരു പ്രോ വെർഷൻ. 6.83 ഇഞ്ച് വരുന്ന ഒരു 1.5K AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. മീഡിയാടെക് ഡയമൻസിറ്റി 9500 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഈ ഒരു ഫോണിലുണ്ടായിരിക്കും. പിന്നെ 7000 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിലുണ്ടായിരിക്കും കേട്ടോ. സോ ഇത് ചൈനയിൽ ലോഞ്ച് ആവുന്നത് കൺഫേം ആയിട്ടാണ് കേട്ടോ. പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്നതിനെ കുറിച്ച് ഇപ്പോഴും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും കൺഫേം ആയിട്ടില്ല. വരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ഇത് കൂടാതെ വേറെ ഏതെങ്കിലും ഫോണുകളൊക്കെ വരികയാണെങ്കിലും നമ്മൾ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ വിക്കി സൈനിങ് ഓഫ്. ബൈ.